പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ കലുഷിതമാണ്. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്ത്, മറുവശത്ത് ഇറാൻ. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് ഉറ്റുനോക്കുന്ന ഒരു വൻ യുദ്ധത്തിൻ്റെ നെരിപ്പോടിലാണ് ഇന്ന് ഗൾഫ് മേഖല. ഈ സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ഒരൊറ്റ ഉത്തരം മാത്രം: ഇറാൻ്റെ ആണവ പദ്ധതികൾ. ഇറാൻ ഒരു ആണവായുധം നിർമ്മിച്ചേക്കാം എന്ന ഭയം ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്നു. അതിനെ തടയാൻ ഉപരോധങ്ങൾ, ഭീഷണികൾ, സൈനിക നീക്കങ്ങൾ എല്ലാം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നു. ലോക സമാധാനത്തിന് ഇറാൻ ഒരു ഭീഷണിയാണെന്ന് അവർ നിരന്തരം വാദിക്കുന്നു. എന്നാൽ ഈ ആഗോള ആശങ്കകൾക്കിടയിൽ ബോധപൂർവം മറച്ചുവെക്കപ്പെടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന്: ഇസ്രയേലിൻ്റെ കൈവശം ഇതിനകം തന്നെ ഡസൻ കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആണവായുധങ്ങളുണ്ട് എന്ന സത്യം. അമേരിക്കൻ മാധ്യമങ്ങളോ സർക്കാരോ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ഇറാനോട് ആണവായുധം പാടില്ല എന്ന് പറയുന്ന അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ആണവായുധങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? ഈ വീഡിയോ അന്വേഷിക്കുന്നത് ആ ഇരട്ടത്താപ്പിൻ്റെ കാണാപ്പുറങ്ങളാണ്. ഇസ്രയേലിൻ്റെ ആണവ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 1950കളിലാണ്. ഫ്രാൻസിൻ്റെ രഹസ്യ സഹായത്തോടെ അവർ ഡിമോണയിൽ ഒരു ആണവ റിയാക്ടർ നിർമ്മിക്കാൻ തുടങ്ങി. ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി എന്ന പേരിലാണ് അവർ ഈ രഹസ്യ പദ്ധതി ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. എന്നാൽ അധികം വൈകാതെ തന്നെ CIA ചാരവിമാനങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. ഡിമോണ ഒരു തുണിമില്ലല്ല, മറിച്ച് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാനുള്ള കേന്ദ്രമാണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസിന് വ്യക്തമായി. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഈ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നു. പശ്ചിമേഷ്യയിൽ ഒരു ആണവ യുദ്ധത്തിന് ഇത് കാരണമാകുമെന്ന് അദ്ദേഹം ഭയന്നു. ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ പരിശോധന വേണമെന്ന് കെന്നഡി ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അമേരിക്കയുടെ നിലപാടിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പിന്നീട് വന്ന നിക്സൺ ഭരണകൂടം ഇസ്രയേലുമായി ഒരു രഹസ്യ ധാരണയിലെത്തി. ആ ധാരണയുടെ പേരാണ് ആണവ അവ്യക്തത അഥവാ ന്യൂക്ലിയർ ആംബിഗ്വിറ്റി. ഹീബ്രു ഭാഷയിൽ ഇതിനെ അമീമുത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് പ്രകാരം ഇസ്രയേൽ തങ്ങൾക്ക് ആണവായുധമുണ്ടെന്ന് ഔദ്യോഗികമായി സമ്മതിക്കില്ല, അതുപോലെ തന്നെ ഇല്ലെന്നും പറയില്ല. അമേരിക്ക ഇസ്രയേലിനോട് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുമില്ല. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി അമേരിക്കൻ വിദേശകാര്യ നയത്തിൻ്റെ ഏറ്റവും വലിയ കാപട്യങ്ങളിലൊന്നായി ഈ ധാരണ തുടരുന്നു. 1968 ലോകരാജ്യങ്ങൾ ചേർന്ന് ആണവ നിർവ്യാപന കരാർ ഒപ്പുവെച്ചു. ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾ അത് നിർമ്മിക്കാതിരിക്കാനും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ആണവോർജ്ജം ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഇത്. ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ്. അതിനാൽ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ പരിശോധന നടത്താം. എന്നാൽ ഇസ്രയേൽ ഈ കരാറിൽ ഇതുവരെയും ഒപ്പുവെച്ചിട്ടില്ല. ഒരു രാജ്യത്ത് അന്താരാഷ്ട്ര പരിശോധനകൾ നടത്തണമെങ്കിൽ അവർ NPTയിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഇസ്രയേലിനെ ഈ കരാറിൽ ഒപ്പുവെക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം അമേരിക്ക അവർക്ക് സംരക്ഷണം നൽകുകയാണ് ചെയ്തത്. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ച വരുമ്പോഴെല്ലാം അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗിച്ചോ വോട്ടെടുപ്പിലൂടെയോ അതിനെ അട്ടിമറിക്കുന്നു. ഇവിടെയാണ് അമേരിക്കയുടെ യഥാർത്ഥ ഇരട്ടത്താപ്പ് ലോകം കാണുന്നത്. ഇറാന് ആണവായുധമുണ്ടായേക്കാം എന്ന സംശയത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ മുഴുവൻ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുന്ന ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തുന്നു. പിന്നീട് അവർക്കെതിരെ ഒരു വൻ ആക്രമണം തന്നെ അഴിച്ചുവിടുന്നു. എന്നാൽ ഇതിനകം തന്നെ പശ്ചിമേഷ്യയിലെ ഏക ആണവശക്തിയായ ഇസ്രയേലിന് പ്രതിവർഷം ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ സൈനിക സഹായം അമേരിക്ക നൽകുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെങ്കിൽ അവിടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിയമം ബാധകമാകണം. ഒരാൾക്ക് നിയമം ബാധകമല്ല, മറ്റൊരാൾക്ക് നിയമം കർശനമാണ് എന്ന് പറയുന്നത് എങ്ങനെ നീതിയാകും? ഈ ചോദ്യം ഇന്ന് അറബ് ലോകം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികളും ചോദിക്കുന്നു. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് ഇസ്രയേലിന് മാത്രമല്ല സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത്. ഇത് പശ്ചിമേഷ്യയിൽ വലിയൊരു ആയുധ മത്സരത്തിന് തിരികൊളുത്തുന്നു. ഇസ്രയേലിന് ആണവായുധമാകാമെങ്കിൽ തങ്ങൾക്കും അത് വേണമെന്ന് മറ്റ് പ്രാദേശിക ശക്തികളും ചിന്തിച്ചു തുടങ്ങുന്നു. ഈ അമേരിക്കൻ നയം യഥാർത്ഥത്തിൽ ആണവ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1986 ഇസ്രയേലിൻ്റെ തന്നെ ആണവ സാങ്കേതിക വിദഗ്ധനായിരുന്ന മോർദെഖായ് വാനുനു സൺഡേ ടൈംസിലൂടെ ഡിമോണയിലെ രഹസ്യങ്ങൾ പുറത്തുവിട്ടു. സത്യം വിളിച്ചു പറഞ്ഞതിന് 18 വർഷമാണ് അദ്ദേഹം ഇസ്രയേൽ ജയിലിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞത്. അപ്പോഴും മനുഷ്യാവകാശങ്ങളുടെ അപ്പോസ്തലന്മാരായ അമേരിക്ക മൗനം തുടർന്നു. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ ഈ 3 രാജ്യങ്ങളുടെയും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്നത് പശ്ചിമേഷ്യയിലെ കോടിക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവനാണ്.
ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധഭീഷണികൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല. കാരണം ആ ഭീഷണികളുടെ അടിസ്ഥാനം തന്നെ ഒരു വലിയ കാപട്യത്തിലാണ് നിലനിൽക്കുന്നത്. സമാധാനത്തിലേക്കുള്ള വഴി സുവ്യക്തമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുക. ഇസ്രയേലിൻ്റെ ആണവായുധങ്ങൾക്കും ഇറാൻ്റെ ആണവ പദ്ധതികൾക്കും ഒരേ മാനദണ്ഡം ഏർപ്പെടുത്തുക. പശ്ചിമേഷ്യയെ പൂർണ്ണമായും ഒരു ആണവ മുക്ത മേഖലയായി പ്രഖ്യാപിക്കാൻ അമേരിക്ക മുൻകൈയെടുക്കണം. ഇരട്ടത്താപ്പുകൾ അവസാനിപ്പിച്ച് സത്യസന്ധമായ നയതന്ത്രം സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ആണവ നിഴലുകൾ എന്നെങ്കിലും ഒരിക്കൽ ലോകത്തെ ആകെ വിഴുങ്ങുന്ന ഒരു മഹാവിപത്തായി മാറും. അത് തടയാൻ സത്യങ്ങൾ തിരിച്ചറിയുകയും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴിയും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.